ഇവിടെ മതപരിവർത്തനം നടത്തുമെന്ന് പറഞ്ഞ് പ്രഘോഷിച്ച് കൊട്ടിഘോഷിക്കുന്നതോട് പറയാനുള്ള ഒരു കാര്യം, 2.5% എന്ന് പറയുന്നതിന് ഒരു വളർച്ച ഇതുവരെയിൽ ഇന്നും 2.5% മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 2.5% 25% നന്മയല്ല ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കും. ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിന് ഈ TV-യുടെ മുമ്പിൽ പോയിരുന്നേ ഈ സഭയെ മുച്ചൂടും ഇങ്ങനെ അതിഭയങ്കരമായി വലിച്ച് തകർത്ത് തരിപ്പണമാക്കി ഏതെങ്കിലും 1-2 കേസ് എടുത്തുകൊണ്ട് പൗരോഹിത്യത്തെയൊക്കെ അലക്കുന്ന സാഹചര്യം വരുമ്പോഴേ ചുണയുള്ള പിള്ളേർ ഉണർന്നു വരണം. എൻ്റെ സഭ അതല്ല എന്ന് പറയാൻ, അതിന് തിരിച്ചടി കൊടുക്കാൻ മാധ്യമങ്ങളോട് തന്നെ ഒന്നാന്തരം സമർപ്പിതരായ വൈദികരെ ഞാൻ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നയാളാണെന്നുകൊണ്ട് പറയുക, ദൈവത്തിൻ്റെ കൃപയല്ലേ ഇതുപോലെ ഒരു ലൈംഗിക അരാജകത്വനും പാൻസെക്സ്വലിസത്തിൻ്റെ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി അർപ്പണം നടത്തി ബ്രഹ്മചര്യം സ്വീകരിച്ച് കന്യാത്വം സ്വീകരിച്ച് ഇന്നും വരുന്നതിന് പിൻപിലെ മാനുഷികമായ ശക്തിയെല്ലാം ഇപ്പം ചില മാധ്യമങ്ങളൊക്കെ വന്നിരുന്നുണ്ട്, ചില എന്താ യുക്തിവാദികളും നിരീക്ഷണവാദികളും സഭാവിരുദ്ധനുമൊക്കെ ഹൊയ് എല്ലാം തകർന്നു, വിശ്വാസമെല്ലാം പോയി, ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തൊരു മണ്ടന്മാരായി വിശ്വസിക്കുന്നത്, ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞാൽ ആര് വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഇവൻ്റെ തലയ്ക്കകത്തുള്ള തലച്ചോറിനകത്ത് നിൽക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി. അത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നീ വിനീതമായ പ്രാർത്ഥനയിലൂടെ ദൈവകൃപയിലേക്ക് നിന്റെ ജീവിതത്തെ കൊടുത്തെങ്കിൽ മാത്രമേ മകനെ കൃപയിലൂടെ അല്ലാതെ ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അതുകൊണ്ട് സഭയിലേക്ക് നോക്കിക്കൊണ്ട് കൊഞ്ഞനം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. എത്ര കോടി രൂപ ചിലവാക്കുമ്പോൾ എത്ര കോടി അത്ഭുതപ്പെട്ടു. ഞാൻ തന്നെ ഓർക്കും എത്ര കോടിയാണ്, ഒരുപാട് കോടി ഭയങ്കര പന്തലിട്ടിട്ട്. അപ്പം ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അന്നേരം സന്ദർശിക്കാൻ ഞാൻ അവിടെ ഉണ്ട്. ഈ വരുന്ന കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരുന്നവരിൽ 99% കത്തോലിക്ക സഭയുടെ സന്യാസിനികളാണ്. അവരാരും പെറ്റ മനുഷ്യരൊന്നുമല്ല. ആർക്ക് വേണ്ടിയാണ് ഇവർ ശുശ്രൂഷ ചെയ്യുന്നത്? കേരളത്തിൽ ഇതുപോലും നന്മ ചെയ്യുന്ന ഒരു സമൂഹത്തെ താറടിച്ച് കരുതേച്ച് കാണിക്കാൻ ഒരു മടിയുമില്ലാതെ കക്കുകളിയുമായിട്ട് ഇറങ്ങിയിരിക്കുക. കക്കുകളി എന്നിട്ട് അത് കണ്ടിട്ട് കൈയിട്ടിച്ചിരിക്കുകയാണ് ചില പാർട്ടികൾ, ഉന്നതാധികാരികളൊക്കെ. എന്താ? സന്യാസത്തെ തകർക്കാൻ വേണ്ടി പിശാചിൻ്റെ പ്രവർത്തനം. എന്നിട്ട് തകർന്നോ? ഒന്നും തകരില്ല. ഇതുപോലുള്ള സാഹചര്യത്തിലാണെങ്കിലും ശരി, എനിക്കറിയുന്നതിൽ നന്നായിട്ട് ദൈവത്തിന് വിളി കിട്ടി MBBSും MDയും പാസ്സായി ചുറുചുറുപ്പുള്ള കൊച്ചുപ്രായത്തിൽ ഓടി നിന്ന് ശുശ്രൂഷിക്കുന്ന സന്യാസിനികളെ നമ്മൾ കണ്ണു തുറന്ന് കാണ്. എവിടെ നിന്നാണ് ഇത് വരുന്നത്? മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൻ്റെ അരൂപിയിൽ നിന്ന്. ഈ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ ഞാൻ പറയട്ടെ, തമ്പുരാന്റെ സന്നദ്ധിയിൽ വിശുദ്ധരായ മനുഷ്യരെ സഹിക്കേണ്ടി വന്നുവെങ്കിൽ ആ സഹനം സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. നിഷ്കളങ്കര ഞങ്ങൾ ഒന്നിച്ച് പഠിപ്പിച്ചിരുന്നതാണ്. ഞാനും തോമസ് കുട്ടിയച്ഛൻ ഞങ്ങളൊന്നിച്ച് പഠിപ്പിച്ചിരുന്നതാണ്. മറ്റേത് ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ, 100% പരിശുദ്ധിയായ കന്യാസ്ത്രീ എന്തിനു വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു. എന്നിട്ട് നമ്മൾ പോലും കൂട്ടിയിട്ട് പറഞ്ഞിട്ട് അവരെന്തെങ്കിലും ചെയ്യാതെ ഇങ്ങനെ വരില്ല, അവരങ്ങനെ നടന്നതിൻ്റെ ഇങ്ങനെ ഒന്നും നടന്നതൊന്നുമല്ല. ഈ സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ അടയാളമായി എന്നെ പോലുള്ളവരുടെ വീഴ്ച, മറ്റുള്ളവരുടെ വീഴ്ച, അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ഈ പാവപ്പെട്ട 3 കഠിനമായി പീഡിപ്പിച്ചു എന്നുള്ളതല്ലാതെ അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ഒരു സംശയമില്ല. വിധിവാചകം മാത്രം നോക്കിയാൽ മതിയല്ലോ. ആ വിധിയെക്കുറിച്ച് തന്നെ പറയുന്നു മറ്റു ന്യായാധിപന്മാർ. ക്രിമിനൽ തെറ്റായ വിധി, കൃത്രിമമായ കേസ്, ഇതാ വളരെ ഗൗരവമായി ന്യായാധിപന്മാർ പറഞ്ഞെടുത്താണ് ഇവരെ വിധിച്ചെന്ന് ഓർക്കണം. ആ വിധി വാസ്തവത്തിൽ കള്ളവിധിയായിരുന്നില്ലേ? ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് ഭയങ്കരമായ മാനസിക സംഘർഷത്തിലാണ് മനുഷ്യരും. നമ്മുടെ ജനത്തിനിടയിൽ ആത്മഹത്യ കുറവാണ്. അതിൻ്റെ ഏക കാരണം ഈശോയാണ്. അതുകൊണ്ടാണ്. അതേസമയത്ത് നമുക്ക് കണ്ടില്ലേ, ആത്മഹത്യകളുടെ പെരുമ്പറ മുഴക്കിക്കൊണ്ട് വാർത്തകൾ കടന്നു വരുമ്പോൾ നമ്മൾ ആപ്പടെ അങ്കലാപ്പനാവുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് കൂടാതെ, ഭാര്യാഭർത്തൃ ബന്ധത്തിന് തകർച്ചയിലൂടെ ആത്മഹത്യ ചെയ്യുന്നത് കൂടാതെ, കുഞ്ഞുങ്ങളെയൊക്കെ മുക്കിക്കൊന്നതിന് ശേഷം മറ്റൊരു കാമുകന് പറയും ഓടിപ്പോകുന്ന ഭാര്യമാരുടെ ആത്മഹത്യ, അതോട് ചേർന്ന് പോയ കാര്യങ്ങളും ഒക്കെയില്ല. നമ്മുടെ ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത പോയി. വീടുകളിലിരുന്ന പ്രഭാതത്തിൽ പത്രം എടുത്ത് വായിച്ചാൽ, അല്ലെങ്കിൽ പത്രത്തേക്കാൾ ഉപരിയായിട്ട് വാർത്തകൾ ഇങ്ങനെ ചാനൽ TV-യിലൂടെ അല്ലെങ്കിൽ ഇപ്പം മൊബൈലിലൂടെ വളരെ കൃത്യമായിട്ടെല്ലാം കടന്നു വരുമല്ലോ. കയ്യിലേക്ക് മൊബൈലിലൂടെ
ഇന്നലെ ഇന്നും നടന്ന വാർത്തകളൊക്കെ നോക്കുമ്പോൾ ആർക്കാ സമാധാനം ഉണ്ടാകും? നമുക്ക് തിന്മ പെരുകി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇരുട്ട് വ്യാപിക്കും, ഭയങ്കരമായ അന്ധകാരം, മനസ്സിനൊരു അന്ധകാരമാണ്. അന്ധകാരത്തിൻ്റെ നടുവിലും മരണത്തിൻ്റെ നടുവിലും വ്യാപരിച്ചിരുന്നവർക്ക് ഒരു പ്രകാശം ഉദിച്ചു, അതാണ് ഈശോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടുകൾ, നിങ്ങളിപ്പോൾ തിരുനാൾ ആചരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങളുടെ എത്തിയിരിക്കുന്ന കുടുംബങ്ങൾ ഈ പ്രദേശത്തെ കുടുംബങ്ങളാണല്ലോ. സ്വാഭാവികം ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ തത്തുല്യമായ കുടുംബങ്ങൾ തന്നെയാണ്. ഒരുപാട് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ യുവജനങ്ങളിൽ അനുഭവപ്പെടുന്ന നമുക്കറിയാം, കൂടുതലും പണ്ടത്തേക്കാളൊക്കെ ഉപരിയായി. അതുകൊണ്ടല്ലേ പിള്ളേർ പലായനം ചെയ്യല്ലേ, ഓടുകയല്ലേ, എവിടെയേട്ടാ? ഒന്ന് കാനഡ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ അമേരിക്ക പൊക്കോട്ടെ, അതിനെ ആർക്കും തടയാൻ പറ്റില്ല. നമ്മുടെ പാരമ്പര്യം ഇങ്ങനെ തീർത്ഥാടനം തന്നെയാണ്. അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ തീർത്ഥാടനത്തെക്കുറിച്ച് ആരും പറയേണ്ട, പലായനം തന്നെ നടന്നോട്ടെ. പക്ഷേ ഓരോ കുഴപ്പമുണ്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹൈ റേഞ്ച് കുടിയേറ്റത്തിലും മലബാർ കുടിയേറ്റത്തിലും ഒക്കെ പോയ ഘട്ടങ്ങളിലൊക്കെ അതിഭയങ്കരമായ ആ കുടിയേറ്റ പ്രവർത്തികളിലൂടെ ഈ സംസ്ഥാനത്തിന് ഭക്ഷ്യസുരക്ഷ നൽകിയതിനെ സംരക്ഷിച്ചപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ ആളില്ലാതെ വന്നില്ല. നമ്മുടെ വീട്ടിൽ ആളില്ലാതെ വന്നില്ല. കാരണം 5-6 പേരെ മലബാറിലേക്ക് വിട്ടു, ഹൈ റേഞ്ചിലേക്ക് വിട്ടു. അപ്പോൾ 5-6 പേര് വീട്ടിലുമുണ്ട്, 10-12 പിള്ളേരുണ്ടായിരുന്നു. ഇവിടെയാണ് നമുക്ക് വന്ന പരാജയം. മറ്റൊന്നും പരാജയമില്ല. ഈ പലായനമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, പെറ്റ് പെരുകാൻ, ഈ പ്രപഞ്ചത്തെ കീഴടക്കാൻ ആ കൽപ്പന നിഷേധിച്ചത് നമ്മൾ തന്നെയാണ്. നമ്മളതുകൊണ്ട് ഈ ചോദ്യയുടെ വിധിവാചകത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. പലരും പറഞ്ഞു ഇത് 2 നിർത്താൻ, പലരും പറഞ്ഞ് 1 നിർത്താൻ, ആര് പറഞ്ഞ് 3 നിർത്താൻ. ക്ലാസ്സിൽ കൊച്ചുങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ നീ എത്രാമത്തെ 4-മത്തെ ആണെന്ന് പറയുമ്പോൾ കൊച്ചുങ്ങൾ തലക്കായി ഒയ്യോ. കാരണം കുഞ്ഞുങ്ങൾക്ക് വേറൊരു സംസ്കാരത്തിലേക്ക് പിറന്നത്. ഞാനാണ് 8-മത്തെ കുട്ടിയാണ് എൻ്റെ വീട്ടിൽ. ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. ഇങ്ങനെ ഒരു വല്ലാത്ത സംസ്കാരം വന്ന് നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് കരകയറണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയിലേക്ക് തിരിച്ചു വന്നേ മതിയാവൂ എന്ന കാര്യം അനുസ്മരിക്കുന്നത് നല്ലതാണ്. തിന്മയുടെ ശക്തി പത്തി പിറത്ത് നിൽക്കുമ്പോൾ നന്മയുടെ വ്യക്തികൾ ഇഷ്ടം പോലെ ഈശോയെ സ്തുതിക്കാൻ ഉണ്ടായെങ്കിൽ മാത്രമേ ബാലൻസ് ചെയ്ത്. ഇന്ന് എങ്ങനെയാണ് ലോകം ഇത്രയും എന്തെല്ലാം ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. യുക്രൈനിൽ എന്താ നടക്കുന്നത്? എത്ര നമ്മൾ കാണുന്ന വാർത്തയൊന്നും ശരിയല്ല. അതിൻ്റെ 10 മടങ്ങ് ആളുകൾ വധിക്കപ്പെടുകയാണ്. നൈജീരിയയിൽ എന്താ നടക്കുന്നത്? ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ടായാൽ മതി അവനെ കഴുത്തറക്കുക. 50,000-ലധികം വധിക്കപ്പെട്ടപ്പോൾ ഇതിനെ അതൊരു വാർത്തയാവില്ലല്ലോ, അതൊരിടത്തും വാർത്തയാവില്ല. അതുപോലെ ഗാസയിൽ എന്തെങ്കിലും ഒരാൾ വധിക്കപ്പെട്ട വാർത്തയാവും. ഞാൻ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നും വാർത്തയാവില്ല. ലോകത്തിൽ അതിഭദ്രമായ രീതിയിൽ ഇങ്ങനെ കഠിനമായ അതിഭയങ്കരമായ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിതിനിടയിലൂടെ ഇന്ന് ജീവിക്കുന്നില്ല ഇവിടെ. കാരണം എന്നാണെന്നറിയാമോ? ഇത്ര തിന്മ പെരുകിയാലും ഇവിടെ ഈശോ മിശിഹായ്ക്ക് സമർപ്പണം ചെയ്ത് ആന്തരികമായ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്ന കോടിക്കണക്കിന് വിശ്വാസികൾ ലോകത്തിലുണ്ട്. നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്ന പോലെയല്ല. ഇപ്പം ചില മാധ്യമങ്ങളിലേക്ക് വന്നിരുന്നുണ്ട് ചില യുക്തിവാദികളും നിരീക്ഷണവാദികളും സഭാവിരുദ്ധനൊക്കെ ഹൊയ് എല്ലാം തകർന്നു, വിശ്വാസമെല്ലാം പോയി. ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തൊരു മണ്ടന്മാരായി വിശ്വസിക്കുന്നത്, ഈ ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഇവൻ്റെ തലയ്ക്കകത്തുള്ള തലച്ചോറിനകത്ത് നിൽക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി. അത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നീ വിനീതമായ പ്രാർത്ഥനയിലൂടെ ദൈവകൃപയിലേക്ക് നിൻ്റെ ജീവിതത്തെ കൊടുത്തെങ്കിൽ മാത്രമേ മകനെ കൃപയിലൂടെ അല്ലാതെ ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അതുകൊണ്ട് സഭയിലേക്ക് നോക്കിക്കൊണ്ട് കൊഞ്ഞനം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. എല്ലാ കാലത്തും കൃത്യമായി സഭയുടെ മക്കൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ 10,000 കോടിക്കണക്കിന് ആളുകളുണ്ടാവും. നമ്മളൊരു പക്ഷേ ചുറ്റുപാടിൽ നോക്കിയിട്ട് ഞങ്ങളുടെയൊക്കെ ജീവിതം കണ്ടുകൊണ്ട് നിങ്ങൾ ചിലപ്പം കുറ്റം പറഞ്ഞെന്ന് പറയാം. ഞങ്ങളുടെയൊക്കെ ജീവിതം അല്ലെങ്കിൽ സന്യാസികളുടെ അല്ലെങ്കിൽ മെത്രാന്മാരുടെ ജീവിതം എന്നാ നിങ്ങൾ കുറ്റം പറഞ്ഞാലും ശരി, ഞങ്ങളെക്കായിൽ മെച്ചപ്പെട്ട് സമർപ്പിതം ജീവിക്കുന്ന ആളുകൾ ഈ സഭയിൽ ധാരാളമുണ്ട്. ഞാൻ റോമിൽ പഠിച്ച ആളാണ്. ചിലപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ പഠിപ്പിച്ച എന്നെ ജെസ്യൂട്ട് വൈദികരം ആ റോമിലൊക്കെ ചെന്ന് പോയി ചേർമ്പോൾ അതിൻ്റെ പുറമേയുള്ള ചണ്ടി കണ്ടുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അയ്യോ അവിടെ ഇല്ല അങ്ങനെ ഇങ്ങനെയാണ് ഒന്നുമല്ല. 10,000 അതിൻ്റെ അടിയിൽ താപസ ജീവിതം നയിച്ചുകൊണ്ട് ദൈവശാസ്ത്രത്തിൽ മുഴുകി വിശുദ്ധ ഗ്രന്ഥത്തിന് അടിയറ വെച്ച്
ജീവിക്കുന്ന ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന കത്തോലിക്കാ സഭ എന്ന് പറയുന്നത്. അത് അനുഭവിച്ചറിയുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത്, തിന്മയുടെ ശക്തി ശക്തമായിട്ട് നമ്മെ ഇടവരുന്ന സാഹചര്യങ്ങൾ പതറരുത്, തളരരുത്, നിരാശപ്പെടരുത്, വിഷാദത്തിൽ ചെന്ന് പെറ്റുപോകരുത്. ഇവിടെ നന്മയുണ്ട്, ഇവിടെ നന്മയുണ്ട്. ഇതാണ് മുടി ചൂടി നിൽക്കുന്ന സഭയിൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചുമ്മാ പറയുന്നൊന്നുമല്ല. സഭ മുടി ചൂടി നിൽക്കുന്നത് കാൽവരിയിൽ പുറപ്പെട്ട രക്തത്തിൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ട് നിൽക്കുന്ന സഭയുടെ പുത്രന്മാരിലും പുത്രിമാരിലൂടെയാണ്. അവിടെയാണ് മുടി ചൂടി നിൽക്കുന്നത്. നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വം. റാസയല്ലേ ഇത്ര മനോഹരമായിരുന്നു. ഞാനിവിടെ കുറച്ച് നേരം ഇരുന്നു, അവിടെ ഇരുന്നു. നിങ്ങൾ ആ പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരും നല്ല ഭംഗിയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് സുന്ദരമാണ് സഭയുടെ ആരാധനക്രമമെന്ന് പറയും. വളരെ മനോഹരമായ രീതി വചന ശുശ്രൂഷ. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും കേട്ടോ. ഇപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞ് നിങ്ങൾ അയ്യോ ഒത്തിരി സമയമാണെന്ന് വിചാരിക്കേണ്ട. വചന ശുശ്രൂഷ ആഘോഷമായിട്ട് നടക്കുന്ന റാസ് എന്ന് പറയും. അതുകൊണ്ട് ആദ്യത്തെ ആ പാട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ആളുകൾ കാണാതെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത് വീണ്ടും അത് കേൾക്കുമ്പോൾ ഉണരും, മനസ്സിൽ ഉണരും ഇല്ലേ. പഴയ കാരണവന്മാരൊക്കെ സുറിയാനിപ്പാട്ട് ഖുർആനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ എന്തൊരു ഉണർവ് അവർക്ക് അന്നൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇപ്പോഴും കേൾക്കുമ്പം ഹൃദയത്തിനകത്ത് ഭയങ്കര അനുഭൂതിയാണ്. എന്ന് പറഞ്ഞതുപോലെ റാസ് എന്ന് പറയുന്നത് അത് നല്ലതല്ല, നല്ല ഒന്നാന്തരം പാട്ട് പാടുന്ന അച്ഛന്മാർ, നല്ല സുന്ദരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ശാന്തമായിട്ടങ്ങ് ഇരുന്ന് കൊടുക്കും. ഞാൻ പറയുന്നത്, തലച്ചോറ് കർത്താവിന് കൊടുത്തേരും, എന്നിട്ട് കൃപ ഇങ്ങനെ തരാൻ പറ. എനിക്കത് മതി, നിൻ്റെ കൃപ. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നുകൂടെ തിരിയട്ടെ. നമുക്ക് വന്നു വച്ചിരിക്കുന്ന ഒരു ഭവിഷ്യത്ത് മാത്രമേ ഉള്ളൂ, മക്കളില്ലാണ്ട് വന്നിരിക്കും. ഞാൻ ഉഴവൂർ പള്ളിയിൽ തിരുനാളിന് പ്രസംഗിക്കാൻ പോയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ വീടുകളെല്ലാം പൂട്ടിക്കിടക്കുക, അവിടെ നിന്ന് ആരുമില്ല കേട്ടോ. ഇപ്പം പെരുന്നാളിന് കുറച്ച് പേര് വരുന്നുള്ളേ ഉള്ളൂ. ഇത് വെച്ച് പ്രസംഗിച്ച് വർഷങ്ങളായി കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വല്ല പല പള്ളികളിലും ഞാൻ പ്രസംഗം പറയാനായിട്ട് പോയിട്ടുള്ളത് ഓർക്കുകയാണ്. എന്ത് തിളച്ച് നിൽക്കുന്ന സഭയായിരുന്നു നമ്മുടേത്. ഇന്നും തിളച്ച് തന്നെയാണ് നിൽക്കുന്നത്. എന്തുമാത്രം ആക്രമണങ്ങൾ ഒക്കെ നേരിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്തിനാ ഈ പാവം സഭയെ ആക്രമിക്കുന്നത്? ഈ സഭ എന്നതാണ് ഇവിടെ ചെയ്തത്? നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഏതൊരു രംഗത്തും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി. ഞാൻ ദീപിയുടെ MD ആയിരുന്നു, അച്ഛൻ പറഞ്ഞല്ലോ. MD ആയിരുന്നപ്പോൾ ഈ അംഗവിഹീനരായ പിള്ളേരെ ഇങ്ങനെ അവരെ താമസിപ്പിക്കുന്ന സ്കൂളുകളിൽ നിന്ന് 20,000 പേരെ തിരുവനന്തപുരം സിറ്റിയിൽ കൊണ്ടുവന്ന് 3 ദിവസത്തേക്ക് അവരുടെ കലാമത്സരങ്ങൾ നടന്നതാണ്. അതായത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ചിലാണ് ഇതിനെയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായത്തിലുള്ളതാണ്. 20,000 പേരെ എത്ര കോടി രൂപ ചിലവാക്കുന്നവർ, എത്ര കോടി. അത്ഭുതപ്പെട്ടു. ഞാൻ തന്നെ ഓർക്കുക എത്ര കോടിയാണ്. ഒരുപാട് കോടി ഭയങ്കര പന്തലിട്ടിട്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അന്നേരം സന്ദർശിക്കാൻ ഞാൻ അവിടെ ഉണ്ട്. ഈ വരുന്ന കുഞ്ഞുങ്ങളിൽ കൊണ്ടുവരുന്നവരിൽ 99% കത്തോലിക്ക സഭയുടെ സന്യാസിനികളാണ്. അവരാരും പെറ്റ മനുഷ്യരൊന്നുമല്ലത്. ആർക്ക് വേണ്ടിയാണ് ഇവർ ശുശ്രൂഷ ചെയ്യുന്നത്? കേരളത്തിൽ ഇതുപോലെ നന്മ ചെയ്യുന്നൊരു സമൂഹത്തെ താറടിച്ച് കരുതേച്ച് കാണിക്കാൻ ഒരു മടിയുമില്ലാതെ കക്കകളിയുമായിട്ട് ഇറങ്ങിയിരിക്കുക. കക്കുകളി. എന്നിട്ട് അത് കണ്ടിട്ട് കൈയിട്ടിച്ചിരിക്കുകയാണ് ചില പാർട്ടികൾ, ഉന്നതാധികാരികളൊക്കെ. എന്താ? സന്യാസത്തെ തകർക്കാൻ വേണ്ടി പിശാചിൻ്റെ പ്രവർത്തനം. എന്നിട്ട് തകർന്നോ? ഒന്നും തകരില്ല. ഇതുപോലുള്ള സാഹചര്യത്തിലാണെങ്കിലും ശരി, എനിക്കറിയുന്നതിൽ നന്നായിട്ട് ദൈവത്തിന് വിളി കിട്ടി MBBSും MDയും പാസ്സായി ചുറുചുറുപ്പുള്ള കൊച്ചുപ്രായത്തിൽ ഓടി നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന സന്യാസിനികളെ നമ്മൾ കണ്ണു തുറന്ന് കാണ്. എവിടെ നിന്നാണ് ഇത് വരുന്നത്? മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൻ്റെ അരൂപിയിൽ നിന്ന് കടന്നു വരുന്നതല്ലേ എന്ന് പരിശോധിച്ച് നോക്കി. അതുകൊണ്ടാണ് നമ്മൾ ബലിയിൽ പങ്കെടുക്കുമ്പോൾ സഭയാകമാനമായി നിങ്ങൾ നിയോഗിക്കണം. അതുപോലെ തന്നെ ഏത് രംഗത്ത്, ആദര ശുശ്രൂഷ രംഗത്ത്, കുന്നശ്ശേരി പിതാവിൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ഞാൻ. പിതാവിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര താല്പര്യമായിരുന്നു. എപ്പോഴും ലൂർദ് പള്ളി കോട്ടയത്ത് ഞാൻ 10 വർഷം വികാരിയായിട്ടിരുന്നു. അപ്പോൾ പിതാവിൻ്റെ കൂടുതൽ എടുക്കാനായിട്ടിടയായി. ഞാൻ ഓർക്കുകയാണ്, ഈ രൂപതയുടെ സർവ്വ വീടുകളും കയറി ഇറങ്ങിയ ഒരു മേലധ്യക്ഷനാണ് അദ്ദേഹം ആ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട കഷ്ടപ്പാട് ഞാനൊന്ന് ഓർക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്താ ഫലം? ഇന്ന് ബിനുവച്ചൻ, അത് എൻ്റെ സ്റ്റുഡൻ്റാണ്, ബിനുവച്ചനെ ഞാൻ പഠിപ്പിച്ചതാണ്. വളരെ ഭംഗിയായി അത് കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആർക്കൊക്കെ അതിൻ്റെ നന്മയുണ്ടാകുന്നത്?
കോട്ടയം ജ്ഞാനായ കത്തോലിക്കർക്ക് മാത്രമാണോ നന്മ? ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ നന്മ? ഇവിടെയുള്ള ആളുകളൊക്കെ ഇതാ കാരിത്താസിലേക്ക് പൊക്കളയാമെന്ന് പറയാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിൻപിലെ സഭയുടെ ചൈതന്യമാണ് നിൽക്കുന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. എന്തേ ആളുകൾ ഇങ്ങനെ ഓടിയണയുന്ന എവിടെയല്ല ആതുര ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സഭ പണിയെടുത്തുകൊണ്ട് മെഡിസിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിടെ ഈ മാസ്ലീബാവുന്ന ചേർപ്പെങ്കിൽ കാണുന്ന വലിയ ഭയങ്കരമായ പ്രസ്ഥാനം, അതൊക്കെ 150 കോടി രൂപ കടബാധ്യത നിന്നുകൊണ്ട് ഈ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യൻ കെട്ടി വലിച്ചുകൊണ്ട് എറണാകുളത്തിനപ്പുറത്തേക്ക് പോകാനായിട്ട് അവന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടെ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. ആരാ പ്രയോജനപ്പെടുത്തുന്നത്? ക്രിസ്ത്യാനികൾ മാത്രമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം എത്രമാത്രം 100 കണക്കിന് ആതുരാലയങ്ങൾ ഇത് മുഴുവൻ നടത്തുന്നത് ആരാണ്? സഭയുടെ സന്യാസിനികളാണ് മെയിനായിട്ട് നടത്തുന്നത്. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതെന്താ വിചാരിച്ച ഒരു കാലഘട്ടങ്ങളിൽ കത്തോലിക്ക സ്ഥാപനങ്ങളിൽ മാത്രമേ പഠിപ്പിക്കുകയുള്ളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വളരെ സംശയരഹിതമായ കാര്യമാണ്. മാറി എന്നിട്ട് കൊഞ്ഞനം കാണിച്ച് ചീത്ത പറയും. ഇതാണ് മനസ്സിലാകാത്ത ഒരു കാര്യം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ തെറി പറയുന്നത്, ഈ ചീത്ത പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സാമൂഹ്യ രംഗത്ത് എത്രയോ അധികമായി നന്മ ഈ ചെറിയ സമൂഹം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലാകെ 2.5% ഉള്ളൂ. ഇവിടെ മതപരിവർത്തനം നടത്തുമെന്ന് പറഞ്ഞ് പ്രഘോഷിച്ച് കൊട്ടിക്കോട്ടിക്കുന്നോട് പറയാനുള്ള ഒരു കാര്യം, 2.5% എന്ന് പറയുന്നതിന് ഒരു വളർച്ച ഇതുവരെയിൽ ഇന്നും 2.5% മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 2.5% 25% നന്മയല്ല ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കും. ആർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിന് ഈ ടി വിയുടെ മുമ്പിൽ പോയിരുന്നേ ഈ സഭയെ മുച്ചൂടും ഇങ്ങനെ അതിഭയങ്കരമായി വലിച്ച് തകർത്ത് തരിപ്പണമാക്കി ഏതെങ്കിലും 1-2 കേസ് എടുത്തുകൊണ്ട് പൗരോഹിത്യത്തൊക്കെ അലക്കുന്ന സാഹചര്യം വരുമ്പോഴേ ചോണയുള്ള പിള്ളേർ ഉണർന്നു വരണം. എൻ്റെ സഭ അതല്ല എന്ന് പറയാൻ, അതിന് തിരിച്ചടി കൊടുക്കാൻ മാധ്യമങ്ങളോട് തന്നെ ഒന്നാന്തരം സമർപ്പിതരായ വൈദികരെ ഞാൻ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിച്ചയാളാണ് കൊണ്ട് പറയുക, ദൈവത്തിൻ്റെ കൃപയല്ലേ ഇതുപോലെ ഒരു ലൈംഗിക അരാജകത്വനും പാൻസെക്സ്വലസിൻ്റെ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി അർപ്പണം നടത്തി ബ്രഹ്മചര്യം സ്വീകരിച്ച് കന്യാത്വം സ്വീകരിച്ച് ഇന്നും വരുന്നതിന് പിൻപിലെ മാനുഷികമായ ശക്തിയെല്ലാം ഗമാലിയേൽ എന്ന് പറഞ്ഞു ശിഷ്യന്മാരെ പിടിച്ച് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. ആ ആദ്യത്തെ വായന അതായിരുന്നല്ലോ. കാരാഗ്രഹത്തിലാക്കി കഴിഞ്ഞപ്പോൾ രാത്രി ദൈവം തുറന്നു കൊടുത്തു. പോകാൻ പറഞ്ഞു ദേവാലയത്തിൽ പോയി പ്രസംഗിക്കാൻ. അവർ ദേവാലയത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കാവൽക്കാർ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇത് പൂട്ടിക്കിടപ്പണം. പക്ഷേ അകത്താളില്ല. പേടിച്ചു പോയി. അവർ അധികാരികളെ ചെന്ന് അറിയിച്ചു ഇത് പൂട്ടിക്കിടപ്പുണ്ട്, പക്ഷേ അകത്താളില്ല. ഓരോ ചെന്ന് പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ കൽപ്പന. ചെന്നപ്പം ദേവാലയത്തിൽ നിന്ന് പ്രസംഗിക്കാം. ഓർത്തോണം കേട്ടോ, ഈശോ മിശിഹായെ പ്രസംഗിക്കാൻ അപ്പസ്തോലന്മാർ പോയപ്പം അന്ന് അവർക്ക് ഇന്നത്തെ വിശ്വാസ പ്രമാണത്തിൻ്റെ പൊതുവായ കാര്യങ്ങളൊന്നും അവരുടെ കയ്യിലില്ലായിരുന്നു. അവർ പ്രസംഗിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അവരാരും പുതിയ സഭയെ സ്ഥാപിക്കാനും മതം സ്ഥാപിക്കാനും ഒന്നും പോയില്ല. അവർ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ജീസസ് ഈസ് ക്രൈസ്റ്റ്, ഈശോ മിശിഹായാകുന്നു. അത് മതിയായിരുന്നു അവർ തലക്കിട്ട് കൊള്ളാൻ. കാരണം നൂറ്റാണ്ടുകളായി മിശിഹായെ കാത്തിരുന്ന ദാവീദിന്റെ വംശത്തിൽ പിറന്ന് ഒരു ഭരണാധികാരിയായിട്ട് വന്ന് റോമാ സാമ്രാജ്യത്തെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുന്ന മിശിഹായെ കാത്തിരിക്കുകയായിരുന്നു അവർ. അന്നവരാണ് പറഞ്ഞ് നിയമാവർത്തന പുസ്തകത്തിൽ 31 അധ്യായത്തിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നതിനനുസൃതമായി ഇവിടെ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ മിശിഹായാകുന്നു എന്ന പ്രഘോഷണം വരുന്നു. കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ മിശിഹായാകുന്നു. ഇത് എവിടെ നിന്നുണ്ടായ ശക്തിയാണ്. അതുകൊണ്ട് ഇന്നും നമുക്ക് ചിന്തിക്കാൻ കേട്ടോ, നമുക്ക് ഒരുപാട് നെഗറ്റീവ് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ ആദ്യം പറഞ്ഞത് കൂടാതെ വേറെ ഉണ്ട്, നെഗറ്റീവ് സാഹചര്യമൊക്കെ ഉണ്ട്. ഇവിടെ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞ് കുഴങ്ങുന്ന ഒരു അന്തരീക്ഷം സഭയ്ക്കില്ല. സഭയ്ക്ക് എല്ലാ കാലത്തും വ്യക്തമായ ദൈവത്തിൻ്റെ ദർശനവും അതനുസരിച്ച് വ്യക്തമായ ധാരണകളുമുണ്ട്. നിങ്ങളങ്ങോട്ടൊന്ന് കൂട്ടിച്ചേർന്നാൽ മതി. ഇതേ കർത്താവിൻ്റെ കരങ്ങൾ ഗമാലിയേൽ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്നാണെങ്കിൽ ഇവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. മനുഷ്യരിൽ നിന്നാണെങ്കിൽ അവർ തന്നെ ചത്തുപൊക്കോളും. തെദേവൂസ് എന്ന് പറയുന്ന ഒരുത്തം വന്ന് 1400 പേരെ കണക്കൂട്ടി. പക്ഷേ അവൻ എന്നാ ചെയ്തു? അവൻ അവസാനം വധിക്കപ്പെട്ടു പോയി. പിന്നീട് വേത്ത് ഗലീലാക്കാരൻ യോഹന്നാൻ വന്ന് അവൻ കുറേ പേരെ കൊണ്ടുവന്ന് അവനും പോയി. എൻ്റെ സഹോദരന്മാരെ, ഈ മനുഷ്യരെ വെറുതെ വിട്ടേക്കുക. കാരണം ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ തകർക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. ഇങ്ങനെ അപ്പോൾ നിങ്ങൾ പോയാൽ ദൈവത്തിനെതിരാണ് നിങ്ങൾ ആളുകൾ പറയും. സത്യമല്ലേ?
ഗമാലിയിൽ എന്ന് പറഞ്ഞ എത്ര യാഥാർത്ഥ്യമാണ്. 2000 വർഷമായി ഈ കാൽവരിയിൽ അർപ്പിച്ചവൻ്റെ പിന്നാലെ, ഈ കുരിശ് ചുമന്നവൻ്റെ പിന്നാലെ യാതൊന്നും നോക്കാതെ ഇന്നത്തെ വായനയിൽ പറഞ്ഞ പോലെ സുവിശേഷത്തിൽ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നത് വീണ്ടെടുക്കും എന്ന് പറഞ്ഞ തിരുവചനത്തിനനുസൃതമായി എത്രയോ ആത്മാക്കൾ എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ പിന്നാലെ പോകും. ഇത് കണ്ണു തുറന്ന് കാണണ്ടേ നമ്മൾ? ലോകത്തിലെ തിന്മ കാണുന്നതിനൊപ്പമായി ലോകത്തിൽ കർത്താവിൻ്റെ മക്കൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ കഴിയണം. അവിടെ അവരെയൊക്കെ ആക്ഷേപിച്ച് പരിഹസിച്ച് പുറത്താക്കുന്ന സാഹചര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ സഭ, എൻ്റെ കർത്താവിൻ്റെ സഭ നൂറ്റാണ്ടുകളിലൂടെ ചരിത്രഗതിവിധികളിലൂടെ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുന്നു. നെപ്പോളിയൻ ഒരിക്കൽ പറഞ്ഞു, ഇൻ 24 hours of the time I will destroy the Catholic Church. 24 മണിക്കൂറിനുള്ളിൽ കത്തോലിക്ക സഭയെ ഞാൻ പൊടിയാക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ എന്നാ സംഭവിച്ചേ? അവസാനം എന്ത് ചെയ്തു? നാട് കടത്തപ്പെട്ട് ദ്വീപിൽ കിടന്നുകൊണ്ട് അല്ലയോ നസ്രായ നീ തന്നെ വിജയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടതായിട്ട് വന്നു. ഇതിൻ്റെ ശക്തി ഭൗമികമല്ല സഹോദരങ്ങളെ, ദൈവികമാണ്. ഇതിൻ്റെ പുറമേ കാണുന്ന സഭയല്ലേ ഈ സഭയെന്ന്. നിങ്ങൾ പുറമേ കാണുന്ന ഞങ്ങളെയൊക്കെയല്ലേ ഇതുപോലെ വണ്ണവും മയറും വെച്ച് നടക്കുന്ന മാനീച്ച്, അല്ലെങ്കിൽ ഇതിലെ കുറേ സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇവിടെയുള്ള കൊച്ചച്ചമ്മ നല്ല മിടുക്കന്മാരാണ് കേട്ടോ, അവർ അച്ഛനായിട്ട് അറിയായില്ല, അതുകൊണ്ട് എല്ലാം ഈർക്കൽ പോലെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഈ അച്ഛന്മാർ ഇതല്ലേ നിങ്ങൾ കാണുന്ന സഭ, അല്ലെങ്കിൽ അതിന് മുകളിലത്തെ ഇരിക്കുന്ന മെത്രാന്മാർ, അല്ലെങ്കിൽ അതിന് മുകളിൽ ഇരിക്കുന്ന മേജർ ആച്ചർ, അതിനെല്ലാം ഇരിക്കുന്ന കർദിനാൾ, ഇത് സഭയുടെ ബാഹ്യരൂപം മാത്രമാണ്, ഹയറാർക്കി. ഇതല്ല, ഈ സഭയ്ക്കൊരു അദൃശ്യമായ വശമുണ്ട്. ഒരദൃശ്യമായ വശം കാൽവരിയിലെ ജീവാർപ്പണം പുറപ്പെട്ടു വരുന്ന അതിശക്തമായ ദൈവികമായ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന, മുടി ചൂടി നിൽക്കുന്ന, മകുടം കിരീടമായി നിൽക്കുന്ന ആന്തരികമായൊരു സഭലോകത്തിലുണ്ട്. ആ സഭയിലാണ് ഞാൻ വിശ്വസിക്കുക. വ്യക്തികളുടെ പരാജയങ്ങളിലല്ല, കർത്താവിൻ്റെ കുരിശിൻ്റെ വിജയത്തിലും മഹത്വത്തിലും ആ കുരിശിൽ കഴിഞ്ഞിട്ട് ഉത്ഥാനത്തിൻ്റെ പ്രഭയിലും ഇതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈശോ വ്യക്തമായിട്ടെന്ന് പറഞ്ഞില്ലേ, എൻ്റെ മക്കളെ, കർത്താവ് മരിക്കാൻ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഈശോ മിശിഹ തൻ്റെ മക്കളെ മാത്രം അടിച്ച് നിർത്തി പറഞ്ഞ കാര്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം തൊട്ടുള്ളത്. അത് ഒരു പ്രൈവറ്റ് സംഭാഷണമാണ്. മറ്റ് സംഭാഷണം പോലെ പബ്ലിക് പ്രൊണൗൺസ്മെൻ്റ് അല്ല, പബ്ലിക് പ്രബോധനങ്ങളല്ല. കർത്താവ് മരിക്കുന്നു പോകുന്നു കേട്ട് നിങ്ങളിങ്ങനെ ഇറങ്ങിച്ച് പേടിച്ച് നടക്കുക, ആകെപ്പാടെ സങ്കടപ്പെട്ട് നടക്കുക. സങ്കടം നടക്കുമ്പോൾ ഞാൻ വന്നേ എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. കർത്താവ് ഹൃദയം മനസ്സിലായി. എമ്പോ ഉണ്ടെങ്കിലും ബന്ധപ്പെട്ട് പേടിച്ച് അറച്ച് നിൽക്കുമ്പം കർത്താവ് ആശ്വസിപ്പിക്കുന്ന സ്വഭാവം കർത്താവിനുണ്ട്. അവിടെ ഗലീല കടൽ ഇളകി ആകെപ്പാടെ തകരാൻ പോകുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവേ എന്ന് വിളിച്ചപ്പോൾ കൈനീട്ടി ആ കടൽ ശാന്തമായി. മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല, ഒരു പരലിനെ പോലെ കിട്ടിയില്ല. അങ്ങ് വിഷാദിച്ച് ആകെ ലജ്ജിച്ചോ ഈശോ കടന്നു എന്ന് പറഞ്ഞു. കുഞ്ഞുമക്കളെ എന്നാ വിളിച്ചേ, കുഞ്ഞുമക്കളെ ഒന്നും കിട്ടിയില്ലയോ? അയ്യോ ഒന്നും കിട്ടിയില്ല, രാത്രി മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ചു, വലത്തോട്ട് മാറ്റി വല വീശ്, വലിച്ചു കയറ്റാൻ പറ്റാത്ത രീതി. ഇതുപോലെ കർത്താവിൻ്റെ സ്വഭാവത്തിൽ ഒരു കരുതലുണ്ട്. ഓർത്തോണം, നമുക്ക് വിഷമിക്കുമ്പോൾ ഈശോ അടുത്തുണ്ടെന്ന് ഓർക്കണം. ഈശോ സമാധാനപ്പെടുത്തുന്നുണ്ട്. നമുക്കത് കേൾക്കാൻ പറ്റാത്ത എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളു മുഴുവൻ ഭൗതികത കൊണ്ട് നിറഞ്ഞിരിക്കും. ഈശോയുടെ സ്വരം കേൾക്കുന്നതിന് പകരം കയ്യിലിരിക്കുന്ന മൊബൈലിൻ്റെ സ്വരം അല്ലെങ്കിൽ ടി വിയുടെ സ്വരം ഇത് കയറ്റി നമ്മളെ അന്ധമാക്കി നമ്മുടെ ചെവി പൊട്ടിക്കത്തക്ക രീതിയിൽ ഈ പണ്ടാരം എല്ലാം കൂടെ കൂടി ഈശോയുടെ സ്വരത്തെ മുക്കിക്കളഞ്ഞതുകൊണ്ട് ആ കേൾക്കാൻ പറ്റാം. വല്ലപ്പോഴുമൊക്കെ ശാന്തമായി നമ്മുടെ വീട്ടിലെ സന്ധ്യപ്രാർത്ഥന സമയത്തും മറ്റുള്ള സമയങ്ങളിലും വചന വായന എന്ന് പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ പരാജയപ്പെട്ടു. കർത്താവിൻ്റെ കുടുംബത്തിൽ വചനം വളരെ ഉച്ചത്തിൽ മക്കളെ കൊണ്ട് വായിപ്പിക്കുകയും അത് കേൾക്കുകയും ചെയ്യുന്ന അപ്പനും അമ്മയും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണരും. സന്ധ്യപ്രാർത്ഥന ഉപേക്ഷിക്കുന്ന കത്തോലിക്ക കുടുംബം നിലനിൽക്കില്ല, തകർന്നു പോകും. അവിടെ പ്രശ്നങ്ങളുണ്ടാകും, അതിഭയങ്കരമായി ഭാര്യാഭർത്തൃ ബന്ധം ഉടയും. അവിടെ ഒരു മാർഗവും ഇല്ല രക്ഷപ്പെടുത്തുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ, പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരിക എന്നത്. അതുകൊണ്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരിക. അതായത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അതിശക്തമായ സ്വാധീനം അത് ആത്മാവിൽ നിന്ന് വരുന്നതാണെന്നേ, അത് ദൈവം തരുന്നതാണെന്നേ, നമ്മുടെ കഴിവല്ലെന്നേ, നമ്മുടെ ശക്തിയല്ലെന്നേ, നമ്മുടെ സംഘടിത ശക്തിയല്ലെന്നേ. മറ്റുള്ളവർ കാണുമ്പോൾ അയ്യോ സംഘടിത ശക്തി കരുത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ എന്നതാ അയ്യോ സംഘടിത ശക്തി, അയ്യോ ഇവരെ ഇങ്ങനെ വിട്ടാൽ പോരാ. എന്തിന് സഹോദര യുക്തിവാദി നിരീശ്വരവാദി, നീ എന്തിന് ഈ സഭയ്ക്കെതിരെ തലയിട്ടടിച്ചാൽ ഇത് പാറയാണ്.
പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേലിൻ്റെ പള്ളി ഞാൻ പണിയും, നരകപോലെ പ്രബലപ്പെടുകയില്ലെന്ന് പറഞ്ഞവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞവൻ വിശ്വസ്തനാം. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല, പേടിയില്ല. എന്തുമാത്രം വൈദികർ പീഡിപ്പിക്കപ്പെട്ടു. ഇവിടെ ഈ നേരിട്ട് അടിച്ച് തകർത്ത് പീഡിപ്പിക്കാൻ വരാത്തതുകൊണ്ടാണ് ഈ മാന്യത തകർക്കുകയും അപമാനിക്കുകയും കള്ളക്കേസ് ഉണ്ടാക്കുകയും അകത്താക്കുകയും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഈ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ ഞാൻ പറയട്ടെ, തമ്പുരാൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധരായ മനുഷ്യരെ സഹിക്കേണ്ടി വന്നുവെങ്കിൽ ആ സഹനം സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. നിഷ്കളങ്കര ഞങ്ങൾ ഒന്നിച്ച് പഠിപ്പിച്ചിരുന്നതാണ്. ഞാനും തോമസ് കുട്ടി അച്ഛൻ ഞങ്ങളൊന്നിച്ച് പഠിപ്പിച്ചിരുന്നതാണ്. മറ്റേതൊരു പാവപ്പെട്ട കന്യാസ്ത്രീ, 100% പരിശുദ്ധിയായ കന്യാസ്ത്രീ എന്തിനു വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു. എന്നിട്ട് നമ്മൾ പോലും കൂട്ടിയിട്ട് പറഞ്ഞിട്ട് അവരെന്തെങ്കിലും ചെയ്യാതെ ഇങ്ങനെ വരില്ല, അവരങ്ങനെ നടന്നതിൻ്റെ ഇങ്ങനെ ഒന്നും നടന്നതൊന്നുമല്ല. ഈ സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ അടയാളമായി എന്നെപ്പോലുള്ളവരുടെ വീഴ്ച, മറ്റുള്ളവരുടെ വീഴ്ച, അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ഈ പാവപ്പെട്ട 3 എണ്ണത്തിനെ കഠിനമായി പീഡിപ്പിച്ചു എന്നുള്ളതല്ലാതെ അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ഒരു സംശയമില്ല. വിധിവാചകം മാത്രം നോക്കിയാൽ മതിയല്ലോ. ആ വിധിയെക്കുറിച്ച് തന്നെ പറയുന്നു. മറ്റു ന്യായാധിപന്മാർ ക്രിമിനൽ തെറ്റായ വിധി, കൃത്രിമമായ കേസ്, ഇതാ വളരെ ഗൗരവമായി ന്യായാധിപന്മാർ പറഞ്ഞെടുത്താണ് ഇവരെ വിധിച്ചെന്ന് ഓർക്കണം. ആ വിധി വാസ്തവത്തിൽ കള്ളവിധിയായിരുന്നില്ലേ? ആലോചിച്ച് നോക്ക്. ദൈവത്തിൻ്റെ സഭയും വൈദികൻ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും സന്യാസിനെ പീഡിപ്പിക്കുക, ആർക്കും ഒരു റാണി മരിയയെക്കുറിച്ച് പറയാനില്ല, ആർക്കും അങ്ങനെയുള്ള ജീവിതത്തെക്കുറിച്ച് പറയാനില്ല. എത്രയോ സന്യാസികൾ, മദർ തെരേസയെ പോലും പറയാനിപ്പം മടിഞ്ഞ സന്യാസത്തെ ഉയർത്തിയില്ലേ, അത് പറയാൻ മടിയാ. നേരെ മറിച്ച് എവിടെയെങ്കിലും ആത്മഹത്യ മുനമ്പാണ് കേരളം എന്ന് പറയും. നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 1,09,000 പേരാണ്. കേരളത്തിൻ്റെ 1,30,000 പേരാണ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമ്പന്നമായി നാട്ടിൽ സാമ്പത്തിക പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിഷാദം വന്ന് കഴിയുമ്പോൾ എടുത്ത് ചാടി ചെയ്യുന്നത് ആത്മഹത്യ. അത് നമ്മുടെ സംസ്ഥാനത്തിന് പ്രത്യേകതയാണ്. ആത്മഹത്യ മുനമ്പിൻ്റെ കാരണത്തിന് ഒരു കുടുംബങ്ങളിലും ഇതിൻ്റെ രോഗമുണ്ടാകാം, ആത്മഹത്യയുടെ മാനിയ ഉണ്ടാകാം, അങ്ങനെയുള്ള സ്വഭാവമുണ്ടാകാം. ആ വിധത്തിലുണ്ടാകുന്ന ഒരു കൊച്ച് എങ്ങനെയൊരു ഊരിപ്പിടിച്ച് അതിന് ആത്മാർത്ഥതയോടുകൂടി ആണെങ്കിൽ പോലും അത് മഠത്തിൽ വന്ന് അത് ഉടുപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സൂയിസൈഡ് മാനിയ നിൽക്കും. തിരിച്ചറിയണമെന്നില്ല, സൂയിസൈഡ് മാനിയ നിൽക്കും. അത്ര കേസുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റാരുടെയും കുറ്റമൊന്നുമില്ല. അത് സൂയിസൈഡ് മാനിയ അവസരം കിട്ടിയപ്പോൾ കാണിച്ച് ചാടും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ ചില സംഭവങ്ങളുണ്ടായിട്ട് കേരളത്തിൽ ഇതുപോലെ 1,30,000 പേര് നടന്നിട്ട് സന്യാസിനികളിൽ ആരെങ്കിലും ഒരു ആത്മഹത്യ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പീഡനമാണ്, ഭയങ്കര പീഡനമാണ്, അവിടെ മുഴുവൻ അധാർമികതയാണ് എന്ന് കൊട്ടിഘോഷിക്കാനാണ് ഇറങ്ങിത്തിരിക്കുന്നവൻ. സ്വന്തം സമുദായത്തിലും സ്വന്തം സമൂഹത്തിലും നടക്കുന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ സഭയെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു കാലത്ത് രൂപതയുടെ PRO ആയിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ചാനലിൽ പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ അതിശക്തമായിട്ട് പ്രതികരിക്കുമായിരുന്നു, അതിഭയങ്കരമായി. അപ്പം മര്യാദയ്ക്ക് നിൽക്കും, പറയാൻ ആളുണ്ടെങ്കിലേ മര്യാദയ്ക്ക് നിൽക്കും. നമുക്കുള്ളത് കൊണ്ട് ഒരു കുഴപ്പമാണ്. നമ്മളെല്ലാം വലത്ത് വശത്തെ ചേട്ടത്തടിച്ച് ഇടത്ത് വശത്ത് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, വലത്ത് കൈ ചെയ്യുന്ന ഇടത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പരമാവധി അതിൻ്റെ നെഗറ്റീവ് വശം മാത്രം ഒപ്പിച്ച് വെച്ചുകൊണ്ട് സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞാലും മറന്നുപോയി. ഇതാണ് നമുക്ക് പറ്റിയ പരാജയം. എന്ത് മിടുക്കന്മാർ നമുക്കുണ്ട് സഭയിൽ, എന്ത് മിടുക്കന്മാരുണ്ട്. ഈ കാണുന്ന ഈ ടെക്നോളജി, ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയ, ഈ കാണുന്ന മൊബൈൽ, ഇന്നത്തെ സോഷ്യൽ മീഡിയ, ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള മിടുക്കന്മാർ നമ്മുടെ കൂടെയില്ലേ? സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയ്ക്കെതിരായിട്ട് വന്ന കാര്യങ്ങൾക്ക് നല്ല പറ്റിയ മറുപടി കൊടുക്കാൻ പറ്റിയ ബുദ്ധിയുള്ള പിള്ളേരുണ്ട്. എൻ്റെ രംഗത്ത് വരാത്തതും മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് ഇനിയുള്ള കാലം സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങൾക്കറിയാമോ, ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രവണത ഇതാണ് മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ കഥ കേട്ടില്ലേ? പണ്ടൊരു നമ്പൂതിരിച്ചിങ്ങനെ ആടിനെ മേടിച്ചുകൊണ്ട് അപ്പോൾ 2-3 വിക്രമികൾ ഇയാളെ പറ്റിക്കാൻ വേണ്ടി 3 സ്ഥലത്ത് അവർ നിന്നു, ഓരോരുത്തരായി 2 പേരെ. ആദ്യത്തെ ആൾ പറഞ്ഞു, ഇതെന്നെ നമ്പൂതിരിച്ച ഇങ്ങനെ ഈ പട്ടിയെ മേടിച്ചുകൊണ്ട്, ഇത് പട്ടിയാ, ഇത് ആടല്ലേ? അപ്പം നോക്കിയിട്ട് ആടാ, ചെല്ല്. കുറേ കഴിഞ്ഞപ്പോൾ അടുത്ത വളവച്ചനം വേറെ പറഞ്ഞു, ഈ പട്ടിക്ക് എന്നാ വില കൊടുക്കും? അയക്കാന്നൊരു സംശയം ഉടലെടുക്കും. എന്നാ ഇത് ഇത് പട്ടിയാണോ? അത് കഴിഞ്ഞു. പിന്നെ ഇയാൾ ഉപയോഗിച്ച് അടുത്ത ചെന്ന് വേറൊരാൾ പറയുക,
ആ പട്ടി ഇഞ്ഞ് തന്നേക്കാവോ? ഇന്ന് അയക്ക് മതിയായി, അയാളെ പട്ടി ഇട്ടേച്ച് സ്ഥലം വിട്ട് ഇവന്മാർ 3 കൂടി ആടിനെ കൊന്നു തിന്നു. കേട്ടില്ലേ? കഥ കേട്ടില്ലേ? ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആടിനെ പട്ടിയാക്കുന്ന സോഷ്യൽ മീഡിയയുടെ നന്മയെ മുഴുവൻ ഇരുട്ടിൻ്റെ തിന്മയിലെ അന്ധകാരത്തിന് നടുവിൽ നിർത്തിയിട്ട് അവിടെ വെളിച്ചം വരുന്നത് കാണാതെ വെളിച്ചത്തെ തമസ്കരിച്ചുകൊണ്ട് സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നിടത്ത് പുതിയ തലമുറ ഉണർന്നു വരണം, മിടുക്കരായിട്ട് ഉണർന്നു വരണം. നന്മയായിട്ട് ആരെയും പ്രത്യേകിച്ച് സൈഡ് ചെയ്യാനില്ല, ആരെയും പ്രത്യേകിച്ച് സംരക്ഷിക്കാനില്ല. സത്യത്തെ സംരക്ഷിക്കാൻ മതി, നീതിയെ സംരക്ഷിക്കാൻ മതി. സത്യത്തെ നീതിയെ സംരക്ഷിക്കാൻ പറ്റുന്നുള്ള തൻ്റെ ഇടമുള്ള പിള്ളേർ സഭയിൽ വളർന്നു വരണം. ഇത് ഏറ്റവും അത്യാവശ്യമായ കാലമാണ് ഈ കാലഘട്ടത്തിൽ. ഞാൻ വീണ്ടും പെട്ടെന്ന് വചനഭാഗത്തേക്ക് കിടക്കുക. നിങ്ങൾ കേട്ടത് എന്തൊക്കെയാണ്? ദാനിയേലിൻ്റെയാണ് ആദ്യം കേട്ടത്. ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടെ. എങ്ങനെയാണ് രക്ഷപ്പെട്ടെ? എന്ത് പീഡനങ്ങളാണ് നമ്മുടെ ഈ വന്ന ദൈവ വെളിപാട് മക്കൾക്ക്. ആരംഭം തൊട്ട് പീഡനങ്ങൾ, അബ്രഹാം തൊട്ട് ഇവിടെ വരെ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയും പീഡനങ്ങളുടെ ചരിത്രമാണ്. ദാനിയേൽ ആരായിരുന്നു? ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി അന്നത്തെ കാലഘട്ടത്തിൽ, പ്രവാസ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് നാട് കടത്തപ്പെട്ട, അതേസമയത്ത് ഉന്നത കുലജാതനായ ഒരു മനുഷ്യൻ, ഉന്നത കുലജാതനായ ദാനിയേൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, അത് രാജാവിന് സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരിലും ഇല്ലായിരുന്നപ്പോൾ ദാനിയേലിനെ വിളിച്ചു. ദാനിയേൽ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. കൃത്യമായി അതോട് ദാനിയേൽ ഉന്നത സ്ഥാനീയനായി നിയമിക്കപ്പെട്ടു, അവരോധിക്കപ്പെട്ടു. അങ്ങനെ രാജ്യത്തിൽ മേഡിയ പ്രേക്ഷ്യ രാജാവ് ഭരിക്കുന്ന ഘട്ടങ്ങളിൽ ഗവർണറായിരുന്നു ദാനിയേൽ. സാധാരണക്കാരനായിരുന്നില്ല, അധികാരിയായ ദാനിയേൽ. അപ്പോൾ ഈ ദാനിയേലെ വകവരുത്താൻ വേണ്ടി മറ്റുള്ള ആളുകൾ പ്ലാൻ ചെയ്തു. എന്താ പ്ലാൻ ചെയ്ത്? അവരൊരു കൽപ്പന രാജാവിനെ ഒപ്പിടി വെച്ചു. കാരണം 30 ദിവസത്തേക്ക് രാജാവിനെ ദൈവമായ രാജാവും കർത്താവും എന്ന് പറഞ്ഞ് ആരാധിക്കാത്തവനെയൊക്കെ ശിക്ഷിക്കുമെന്ന് പറയും. എന്തിനായത് ചെയ്ത്? ദാനിയേലിന് പറ്റിയെന്നവർക്കറിയാം. ദാനിയേൽ ഒരു കർത്താവേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, അവർക്കതറിയാം. പക്ഷേ അവർ വിളംബരം പുറപ്പെടുവിച്ചു, രാജാവിനൊക്കെ വിളംബരം പുറപ്പെടുവിച്ചു. അതായത് ദൈവവും കർത്താവുമായ രാജാവിനെ ആരാധിക്കുവേൻ എന്ന് വിളംബരം പുറപ്പെടുവിച്ചു. രാജ്യം മുഴുവൻ പുറപ്പെടുവിക്കാത്ത, അനുസരിക്കാത്തവരൊക്കെ പിടിച്ചു കെട്ടാൻ പറഞ്ഞു. അപ്പോഴാണ് രാജസന്നിധിയിൽ തൻ്റെ ഗവർണറായിരിക്കുന്ന ദാനിയേലിനെതിരെ അടുത്ത ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ഈ വലിയ ഉദ്യോഗസ്ഥൻ അങ്ങേ അനുസരിക്കുന്നില്ല. അത് ഒരിക്കൽ പോലും രാജാവിനെ ദൈവമായ കർത്താവെന്ന് വിളിച്ചിട്ടില്ല. അതേ ഒരു ദിവസം 3 പ്രാവശ്യം വീരം അദ്ദേഹത്തിൻ്റെ ദൈവത്തെ ആരാധിക്കുക, യഹോവയെ ആരാധിക്കുക. സങ്കടപ്പെട്ടു. കാരണം ദാനിയേലിന് ഇഷ്ടമായിരുന്നു. രാജാവ് സങ്കടപ്പെട്ടു ദാവീദിനെ വിളിച്ച് പറഞ്ഞു, ദാനിയേലേ, ഇതെന്താ ഇത്? ദാനിയേൽ പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ രാജാവ് എൻ്റെ രാജാവാണ്. എൻ്റെ രാജാവിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും സേവിക്കുകയും, പക്ഷേ എൻ്റെ ദൈവവും എൻ്റെ കർത്താവും എൻ്റെ യഹോവയാണ്. ഒരു നിവൃത്തിയില്ലാണ്ട് അവസാനം സിംഹക്കുഴിയിൽ എറിയാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കേണ്ടി വന്നു. മനസ്സോടെ അവസാനം സിംഹക്കുഴിയിലേക്ക് ശത്രുക്കൾ എറിഞ്ഞ് അവിടെ മുദ്ര വെച്ച്, രാജാവിന് മുദ്ര വെച്ചിട്ട് പോയി. ഈ രാജാവ് പോയിട്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കണ്ണുനീരിൽ കഴിഞ്ഞുകൂടി. പാവം, എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന് ഇവൻ എന്ത് സംഭവിക്കും? ആ സിംഹം വിഴുങ്ങുമല്ലോ. അത് ഉറങ്ങിയില്ല. പ്രഭാതത്തിൽ എണീറ്റ് കുഴിയിലെവിടെ നിന്ന് വന്ന് ദാനിയേലേ എന്ന് വിളിച്ചു. ദാനിയേലേ എന്ന് വിളിച്ചു. ദാനിയേൽ എന്തേ പറഞ്ഞു? രാജാവേ, ഞാനിവിടെ. ഒന്നും സംഭവിച്ചില്ല. എന്താ സംഭവിക്കാൻ ഞാനറിയാമോ? ഫ്രാൻസിസ് അസീസിയുടെ കാലഘട്ടത്തിൽ ഒരു ഭയങ്കര ചെന്ന ചുറ്റുപാടുകളുണ്ടായിരുന്നു. ഒത്തിരി ശല്യപ്പെടുത്തിയ വിഗ്രഹങ്ങൾ. ഭയങ്കര വില്ലേജുകളിലെ അസീസി പെണ്ണുകൾ അങ്ങോട്ട് ചെന്ന് കൈ ഉയർത്തി പിടിച്ചപ്പോഴേ ആടിനെ പോലെ വാലാട്ടിക്കൊണ്ട് വന്ന് അങ്ങോട്ട് വന്നു. ഇതാണ് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അത് കർത്താവിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുന്നിടത്ത് സാത്താൻ്റെ ശക്തി അപ്രത്യക്ഷമാകും. മൃഗങ്ങൾ പോലും അനുസരിക്കും. ഈ ദാനിയേൽ താഴെ വീണ് കഴിഞ്ഞപ്പോൾ ഈ സിംഹങ്ങൾ നോക്കിയപ്പോൾ ദാനിയേലിന് പ്രവഹിക്കുന്ന ഒരു പ്രഭയുണ്ട്. മനുഷ്യന് അദൃശ്യമായൊരു പ്രഭ, അതിഭയങ്കരമായൊരു ശക്തി. ആ ശക്തി വന്ന് ചൂഴ്ന്നു നിന്നിട്ട് സിംഹത്തിൻ്റെ വായി പൂട്ടി, വാ പൊളിക്കാൻ പറ്റാത്ത നിലയിലായി. അവിടെ ശാന്തനായിട്ട് ദാനിയേൽ ഇരുന്നു. നേരം രാജാവ് വരുന്നവരെ വീണ്ടും ദാനിയേലിനെ തൻ്റെ സ്വസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും തന്നെ ഇവിടെ ആക്കിയിരുന്ന ഉള്ളവരെല്ലാം സിംഹക്കുഴിക്ക് വലിച്ചെടുക്കും. കാര്യം നിങ്ങൾ ആദ്യം കേട്ടത് അതാണ്. രണ്ടാമത് കേട്ട ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ കൃത്യമായി ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ, തമ്മ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനം വേണം. ഇതാണ് നമുക്കിന്ന് വേണ്ടത്. തമ്പുരാൻ തന്ന വിശ്വാസത്തെ അഭിമാനം. ഞാൻ 2-3 സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ സന്തോഷം തോന്നും. അവരും ചെറുപ്പക്കാർ സിസ്റ്റേഴ്സാണ്. കോട്ടയം രൂപത്തിൽ ഇങ്ങനെ ചെറുപ്പക്കാർ സിസ്റ്റേഴ്സ് ധാരാളം ഉണ്ടല്ലോ.
ഇനിയും ഉണ്ടായിട്ട് എന്നെ കേൾക്കുന്ന പെങ്കൊച്ചുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടോ? മക്കളെ, ഇത് നിസാര കാര്യമൊന്നുമല്ല. നിങ്ങളെ തമ്പുരാന് സമർപ്പിച്ചാലേ സുവിശേഷം പറഞ്ഞ എന്നാ പറയുക, എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. കർത്താവിന് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കുന്ന ജീവിത ശൈലിയാണ് സന്യാസ ജീവിത ശൈലി. അത് നമ്മുടെ കുടുംബങ്ങളിൽ പെൺപിള്ളേരില്ല, ഇല്ലാഞ്ഞിട്ടാകട്ടെ, അല്ലാതെ കുറഞ്ഞിട്ട് പോയില്ല. ദൈവവിളിയൊന്നും കുറഞ്ഞിട്ടില്ല. പിള്ളേരില്ലേ പിന്നെ എന്നാ ചെയ്യാനാ? ഒരെണ്ണം ഉണ്ടായ ഉടനെ തന്നെ അമ്മ നേർച്ച നേരും, അങ്ങോട്ട് വിട്ടേക്കാൻ ന്യൂസിലൻഡിലേക്ക് നേഴ്സായി. കൊച്ച് 3 മാസം ആയേ ഉള്ളൂ. അങ്ങനെയുള്ള പണിയും കൊണ്ടാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന കൊച്ചു മാതാക്കന്മാർ. പണ്ടങ്ങനെയല്ലായിരുന്നു. പണ്ടമ്മമാരുണ്ടല്ലോ, ഒരെണ്ണമെങ്കിലും ഇടത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാ കാലത്തും തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരെണ്ണം ഉണ്ടാകുമല്ലോ. ആ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും. അപ്പോഴീ അപ്പന് പ്രായമായി, അമ്മയ്ക്ക് പ്രായമായി, മറ്റൊരു കല്യാണം കഴിച്ച് അവർക്കാർക്കും തന്നെന്നുള്ളത് നോക്കാൻ നേരെയില്ലാത്തപ്പം ആകെ അന്വേഷിക്കാനുള്ളത് ആരാ? ഈ കന്യാസ്ത്രീ. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാ? ആ കന്യാസ്ത്രീ. അങ്ങനെ നിർവൃതി അടഞ്ഞ എന്തുമാത്രം മാതാപിതാക്കളുണ്ട്. അതുപോലെ അച്ഛന്മാരുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെ ദൈവവിളി അച്ഛന്മാർ കുറഞ്ഞിട്ടൊന്നുമല്ല, ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. എൻ്റെ ഇടവകയിൽ നിന്ന് കഴിഞ്ഞ എല്ലാം കൂടി ഇപ്പോൾ 9 സെമിനാരിക്കാരും, 9 പേർ. ഈ വർഷം 2 പേരുണ്ട്. കുറഞ്ഞിട്ടൊന്നുമില്ല. കാരണം പിള്ളേർക്ക് കുറേ ബോധമുണ്ടേ. ഈ പറഞ്ഞ പ്രചരണങ്ങളൊന്നും കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം. കർത്താവിൻ്റെ വിളി തന്നെയാണ്. അത് വിളിച്ചാൽ മാറ്റിയെടുക്കും, അത് വിളിച്ചാൽ മാറ്റിയെടുക്കും. നിങ്ങൾ കേട്ടില്ലേ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ അരവിന്ദ് അച്ഛമേനോനെ കേട്ടില്ലേ? വചനപ്രഘോഷകൻ ഈ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു, വേദങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യം മനസ്സിലാക്കി, സമാധാനം ഉണ്ടായില്ല. അവസാനം അദ്ദേഹത്തിന് ബൈബിൾ കിട്ടി, വായിച്ചു, ഒന്നും മനസ്സിലായി, ഒരു ചുക്കും മനസ്സിലായില്ല. എന്നിട്ട് അവസാനം എന്ത് പറഞ്ഞു എന്നറിയാമോ? അറിയാം നടപടി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിന് ഒരു വാക്യം അദ്ദേഹത്തിൻ്റെ ചെവിയിൽ വന്നു. ഏതാണെന്നറിയാമോ? ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി ഈശോ എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും വയ്ക്കപ്പെട്ടിട്ടില്ല എന്ന തിരുവചനം ചങ്കിനകത്തേക്ക് കയറി. അരവിന്ദ് അച്ഛമേനോനെ മാറ്റിയെടുത്ത ആ ഒറ്റ വചനമാണ്. ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ. ഈ റാസയുടെ തുറന്നുള്ള ഭാഗങ്ങൾ അർപ്പണ ഭാഗത്തേക്ക് പ്രവേശിക്കുക. നമ്മൾ കുർബാനയുടെ 2-ാം ഭാഗം അർപ്പണ ഭാഗമാണ്. എന്തിനാ അർപ്പണ ഭാഗം എന്ന് പറയാൻ കാരണം, ഈശോ മിശിഹായുടെ പീഡാനുഭവ മരണ രഹസ്യങ്ങൾ ആഘോഷിക്കുന്നത് അപ്പോഴാണ്. ഇത് വചനപ്രഘോഷണമാണ്. കുർബാനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. വചനപ്രഘോഷണമുള്ള ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് ഒരുക്കിയതിന് ശേഷം കർത്താവിൻ്റെ കൂടെ ആ കാൽവരിയിലേക്ക് കയറി ഈശോ മിശിഹായുടെ മരണപ്രഖ്യാപനമാണ് ഈ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് നൽകുക എന്ന് പറയുന്നത്. ഇതാണ് കർത്താവിൻ്റെ അപ്പസ്തോലൻ പൗലോസ്ലീഹ കൊറിന്തോസാർക്കെഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ രക്തത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോഴൊക്കെ കർത്താവിൻ്റെ മരണത്തെയാണ്, അവിടുത്തെ പുനരാഗമനം വരെ നമ്മൾ പ്രഖ്യാപനം ചെയ്യുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ കർത്താവിൻ്റെ മരണത്തെയാണ് പുനരാഗമനം വരെ നാം പ്രഖ്യാപനം ചെയ്യുന്നത്. അപ്പം കുർബാന കർത്താവിൻ്റെ പുനരാഗമനം വരെ നടക്കും. അത് വിശ്വസിക്കുന്നവനോ, ഞാൻ കൈമാറി, എനിക്ക് കൈ കിട്ടി, ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. നമ്മുടെ കർത്താവായ ഈശോ ഒറ്റക്കിടപ്പുടെ രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുന്നത് തന്നെ ശരീരമാകുന്നു, പാനപാത്രമെടുത്ത് ആശീർവദിച്ച് കൊടുത്തു പറഞ്ഞു, അനേകരുടെ പാപമോചനത്തെ ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു. ഈശോ മിശിഹായുടെ രക്തം വഴി പാപമോചനത്തിനും രക്ഷയും കൈവന്നുവെന്ന് സത്യം ഉറക്കെ പ്രഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിനായിട്ട് ഈ റാസയുടെ അർപ്പണ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പം ധ്യാനാത്മകമായ പ്രാർത്ഥനകൾ കേട്ട് ഭംഗിയായിട്ട് ധ്യാനിച്ച് ആത്മാവ് നിറഞ്ഞ് ഈ തിരുനാൾ ഇവിടുന്ന് പുറത്തു പോകാൻ നിങ്ങൾക്കിടയാകട്ടെ. അതിന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം നിങ്ങൾക്കുണ്ടാകട്ടെന്ന് ആശംസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി വിശുദ്ധ ഗീവറിയസ് പുണ്യവാളൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ജോസച്ചനെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതിന് നന്ദിയും പറയുന്നു. താങ്ക് യു വെരി മച്ച്.